ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതല്ല, ഇന്ന് നമ്മൾ ഒരു ലെറ്റർ എഴുതാൻ പോവാം. അതായത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കറക്റ്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നേറാൻ പറ്റുന്നില്ല, എനിക്കൊരു സക്സസ് ഉണ്ടാവുന്നില്ല, എനിക്ക് എന്താ പറയുക, എനിക്കൊരു എനർജി കിട്ടുന്നില്ല, എനർജി എല്ലാം ഡ്രൈനായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷനിലൊരു സക്സസ് ഇല്ല, ജീവിതത്തിലൊരു സക്സസ് ഇല്ല, ലൈഫിലേ ഒരു സക്സസ് ഇല്ല. ഫുൾ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും സിറ്റുവേഷൻസും ആയിട്ട് പോകുന്ന ചില സിറ്റുവേഷൻസാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. സോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നുമല്ല. എനിക്കിത് കണക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭയങ്കര കഠിനമായിട്ടുള്ള, ഒരിക്കലും നടക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത ആഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കതൊക്കെ നടത്തി കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ നടത്തി കിട്ടിയത്, നമ്മൾ ഒരുപാട് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് തരത്തിൽ നമ്മൾ ആഗ്രഹിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ കാര്യങ്ങൾ വരുന്നത് അവരൊരു സാധനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ പോകുന്ന, വിധിപ്രകാരം അവരുടെ ലൈഫിൽ അത് വേണ്ട, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ വരും. അതായത് അവർ ചെറിയ ചെറിയ നടന്നു പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊക്കെ തട്ടിപ്പോയിട്ട് ബിഗ് ആയിട്ടുള്ള ആഗ്രഹം. കാരണം വിധിപ്രകാരം അവരുടെ ലൈഫിൽ അവരുടെ അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അവരുടെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അവരുടെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മകളുണ്ടായിരിക്കാം, അവർ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. സോ അവർക്ക് അതല്ല വിധിച്ചിരിക്കുന്നത്, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച്, ഇപ്പോൾ എനിക്കൊരു ഡ്രീമുണ്ട്, എടാ എനിക്കൊരു ബൈക്ക് എടുക്കണം. അപ്പം ഞാനിങ്ങനെ പൈസയൊക്കെ പകുതി ഒരു കുട്ടി എൻ്റെ കൂട്ടൻ ചെന്ന് പറയണം. അപ്പോൾ അതൊരിക്കലും നടക്കത്തില്ല. സോ എൻ്റെ ഡ്രീം ഞാൻ വേറൊരാടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ കൂടെ ഡ്രീം ആവും. അപ്പം ഒരിക്കലും അങ്ങനത്തെ ഡ്രീമോ കാര്യങ്ങളൊന്നും ചെന്ന് പറയാണ്ടിരിക്കുക. അടുത്തത് നമ്മുടെ ഫ്രീക്വൻസി എനർജി. അതായത് നമ്മളുടെ ഇപ്പം എൻ്റെ എനർജി ലോ ആണ്, അപ്പം ഞാൻ ലോ സാധനങ്ങൾ മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ. എൻ്റെ എനർജി ഹൈ ആണ് എങ്കിൽ ഹൈ എനർജിയിലുള്ള സാധനങ്ങൾ ആഗ്രഹിക്കുക. ഇപ്പം ലോ എനർജിയാണ്, ഹൈ എനർജിയാണ്, നമ്മൾ ലോ എനർജിയിൽ നിന്നുകൊണ്ട് വലിയ എനർജി നമ്മൾ ആഗ്രഹിക്കാൻ ഒരിക്കലും പാടില്ല, അങ്ങനെ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യൂണിവേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഡിവൈൻസ് ഉണ്ട്, ഏഞ്ചൽസുമാരുണ്ട്, പല പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള അവരുടെ ആൾക്കാരുണ്ട്. കാരണം എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കും, ഞാനൊരു ഹെൽപ്പ് ചോദിച്ച സമയത്ത്, അല്ലെങ്കിൽ എനിക്കൊരു സിറ്റുവേഷൻ ഡാർക്കായിട്ട് നിന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം വന്ന് നിന്ന സമയത്ത്, ഞാൻ ഇവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച സമയത്ത് സിമ്പിളായിട്ട് എൻ്റെ മൈൻഡിൽ തോന്നിയാണ്, നീ പോയി ധൈര്യമായിട്ട് ചെയ്തോ, നീ പോയി സുഖമായിട്ട് ചെയ്തോ, അല്ലെങ്കിൽ നീ അതിനുവേണ്ടി ഇറങ്ങിക്കോ. നിൻ്റെ അവിടെ വരാൻ പോണ ആൾക്കാരൊന്നും അവരുടെ ഉള്ളിലൊന്നും അവരുടെ ആത്മാക്കളായിരിക്കത്തില്ല കാണുന്നത്, നമ്മളായിരിക്കും കയറുന്നത്. സോ അന്ന് എനിക്ക് മനസ്സിലായി, ദൈവം വരുന്നത് മനുഷ്യൻ്റെ രൂപത്തിലാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റും, അല്ലാതൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ഞാൻ സീരിയസ്ലി പറയുന്നത്, ഇതിൽ അയത്തിസ്റ്റിക്ക് എന്താ പറയുക, അതായത് എത്തിസ്റ്റുകാരുണ്ടായിരിക്കാം, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കാം. സോ എൻ്റെ വിശ്വാസമല്ലേ, എൻ്റെ അനുഭവങ്ങളും എൻ്റെ വിശ്വാസങ്ങളുമാണ് അതൊക്കെ. ഓക്കെ, അപ്പം യൂണിവേഴ്സിൽ എനിക്ക് കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടെ അന്ന് കണ്ടതും മനുഷ്യന്മാരായിരുന്നില്ല. കാരണം മനുഷ്യന്മാരുടെ സ്വഭാവം അതേ അല്ല. ഞാൻ ഒരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ച്, ഒരു ചേട്ടൻ, ഒറ്റൊരു ചേട്ടൻ. അപ്പം ആളുടെ വായിന്ന് വീഴുന്നൊന്നും ആളുടെ ഇതിന്ന് പെടുന്ന സാധനങ്ങളല്ല. അപ്പം ഞാനത് ചോദിച്ചത്, നിങ്ങൾ ദൈവമാണോ അല്ലെ, എനിക്കങ്ങനെ ചോദിക്കേണ്ടി വന്നു ആ സമയത്ത്. കാരണം അത് ക്രിയേറ്റഡ് ആക്കി അങ്ങനെ. അന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു സാധനം ആഗ്രഹിച്ചപ്പോഴത്തേക്കും അത് ഒന്നും രണ്ടും പേരെ നല്ല എനിക്കത് കിട്ടാനുള്ളത്, അതൊരു ബൾക്ക് ഓഫ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടണം, എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച ആഗ്രഹം നടക്കുള്ളൂ. അപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ധൈര്യമായിട്ട് പോയിക്കോ, സിമ്പിളായിട്ട് നീ പോയി അവിടെ ഇരുന്നോ, ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കോളാം. പക്ഷെ വരുന്നത് മനുഷ്യന്മാരാണെങ്കിൽ പോലും മനുഷ്യന്മാരുടെ ഉള്ളിലിരിക്കുന്ന ഒന്നും, അതായത് അവരുടെ ദേഹത്തൊന്നും അവരുടെ എനർജീസ് ആയിരിക്കത്തില്ല, എല്ലാം ഡിവൈൻസ് എനർജി ആയിരിക്കും. അന്ന് എനിക്ക് മനസ്സിലായി ആഗ്രഹത്തിൻ്റെ പവർ ഇതെങ്ങനെയാണ് ക്രിയേറ്റഡ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ഒരാൾ പാട്ട് പാടാൻ ആഗ്രഹിച്ചു പോയി, ഇവന് കഴിവോ കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ സിനിമ അഭിനയിക്കാൻ വേണ്ടി ഇവന് കഴിവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവൻ്റെ ആഗ്രഹപ്രകാരം
അവൻ്റെ ഭയങ്കര ആഗ്രഹപ്രകാരം, അത്രയും ഡീപ്പായിട്ടുള്ള ആഗ്രഹപ്രകാരം അവിടെ നിന്നിരിക്കുന്ന ഒന്നും മനുഷ്യന്മാരായിരിക്കത്തില്ല. എല്ലാം വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഏഞ്ചലായിരിക്കാം, മാലാഖയായിരിക്കാം. അവൻ ആരുടെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്, അവർ കൊടുക്കുന്ന കോടിക്കണക്കിന് ദൈവങ്ങളായിരിക്കും ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതും അവൻ്റെ ആ സദസ്സ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നതും. അല്ലെങ്കിൽ ഒരു ദൈവമായിരിക്കും എല്ലാ എനർജീസ് അവരെ മൈൻഡും എല്ലാം മാറ്റിയിട്ട് പറഞ്ഞങ്ങോട്ട് വിടും, എല്ലാം ക്രിയേറ്റ് ചെയ്തങ്ങ് വിടും. സോ എനിക്കങ്ങനെ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഒരു ഒരു പ്രണയബന്ധം പോലും എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ അറിയാം. ഡിവൈൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്താണ്, നിങ്ങൾ അത്രയും ഡീപ്പായിട്ടാണ് പ്രേമിക്കുന്നത്, നിങ്ങൾ ജീവിച്ചോ, നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിക്കോ, ബാക്കി കാര്യം നമ്മൾ നോക്കിക്കോളാം. അതൊക്കെ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വരുന്ന ഓരോരോ കഥകളും കാര്യങ്ങളും. സീരിയസ്ലി ഓരോരോ കാര്യങ്ങളുണ്ട്, ഡിവൈൻസിൻ്റെ ഓരോരോ കഥകളുണ്ട്. ഇവർ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ചില്ലറ കാര്യങ്ങളോ അല്ലെങ്കിൽ ചില്ലറ കളി കളിച്ച് വന്ന ആൾക്കാരൊന്നുമില്ല, നമ്മളെക്കാളുമൊക്കെ ഭയങ്കര പവറും കാര്യങ്ങളുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങളുടെ ആഗ്രഹം നോക്കട്ടെ, നിങ്ങളുടെ പാഷൻ നോക്കട്ടെ. പക്ഷേ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഒക്കെ തരും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ പറ്റും. രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്നൊരിടം വരെ നമ്മൾ നോക്കും. അത്രയും ഡീപ്പായിട്ട് പ്രോബ്ലംസും കാര്യങ്ങളും തന്നതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളുടെ കല്യാണത്തിന് വന്നിരിക്കുന്നതും വേറെ ആരും ആയിരിക്കില്ല, ദൈവഗണങ്ങൾ മാത്രമായിരിക്കും. അതായത് ഇതിൽ സ്വർഗത്തിൽ വെച്ചുള്ള കല്യാണം എന്നൊക്കെ പറയില്ലേ, സ്വർഗത്തിൽ വെച്ച് എൻ്റെ കല്യാണം നടന്നു എന്നൊക്കെ പറയില്ല. അതെന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ്. എന്താണ്, എല്ലാം വന്നിരിക്കുന്ന ഒന്നും മനുഷ്യന്മാരായിരിക്കത്തില്ല, എല്ലാം ദൈവങ്ങളായിരിക്കും, എല്ലാം ദൈവഗണങ്ങളായിരിക്കും വന്നിരിക്കുന്നത്. എല്ലാം മനുഷ്യന്മാരായിരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത്. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിൽ കയറുന്ന അവർക്ക് ആ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അവർ ജസ്റ്റ് ബിരിയാണി അല്ലെങ്കിൽ ചോറോ കഴിച്ചിട്ട് പോകും, അവരുടെ മനസ്സിൽ പോലും കാണത്തില്ല. പക്ഷേ ഈ കല്യാണം കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ കാണും, ഇത്രയും പേര് വന്നെന്നും. അതൊക്കെ ഒരു സംഭവമാണ്. സോ ഞാനിത് എന്തുകൊണ്ടിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് യൂണിവേഴ്സലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ യൂണിവേഴ്സലിന് ഒരു കത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സോ അവരേക്ക് ഇരിക്കണം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങളുടെ ദൈവങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വായിക്കാണ്ടിരിക്കാനും പറ്റത്തില്ല. യൂണിവേഴ്സലിന് അത് വായിക്കുകയും വേണം. അവ എഴുതുകയും ചെയ്ത്, അവ ആഗ്രഹിക്കുകയും ചെയ്ത്, അവ അത് എഴുതുകയും ചെയ്ത്, അല്ലെങ്കിൽ അവളത് എഴുതുകയും ചെയ്ത്, ഇതിന് ഞാൻ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമല്ലോ എന്ന് അവർ തീരുമാനിക്കും. കാരണം ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന കണക്കല്ല. ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരു കേൾക്കാണ്ടിരിക്കുക ഒന്നുമില്ല, മേ ബി കേൾക്കുമായിരിക്കും, കേൾക്കാണ്ടിരിക്കും. പക്ഷേ നമ്മൾ അത്രയും പാഷനേറ്റ് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം അത് എഴുതി ഇന്ന ആൾക്ക് കൊടുക്കുന്നു. അതായത് നിങ്ങൾ ഒരു കത്ത് എഴുതി എനിക്ക് തരികയാണ്, അത്രയും പാഷനേറ്റ് ആയിട്ട് ഒരു കത്ത് എഴുതി എൻ്റെ കൈ കൊണ്ട് തരികയാണ്. ഓഫ് കോഴ്സ് ഞാനത് വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ എനർജി ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. സോ ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ, അതായത് കത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. കത്ത് എന്ന് പറയുന്നത് പ്രണയബന്ധം, പ്രണയത്തിൽ എന്താണ് കത്താണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 90 കിഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക 80s ആ കത്ത് വായിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആ വരികളിൽ അയാളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, മനസ്സ് വരെ എനിക്ക് തരാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന എന്താണ്, കത്തി കൂടെ, മനസ്സാണ്, വാക്കുകളിൽ കൂടെ. സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്. പണ്ടത്തെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പവർഫുൾ ആവുന്നതിൻ്റെ കാര്യം എന്താണ്, കത്താണ്. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഫീലിങ്സ് മൊബൈലിൽ കൂടെയൊക്കെ ചെയ്യാൻ പറ്റും, അതിനൊന്നും വലിയ പവറൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ കത്ത് എഴുതിയിട്ട് ഒരു ഫുൾ ലെറ്റർ കത്ത് എഴുതിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരാൾക്ക് തരികയാണ്, അല്ലെങ്കിൽ ഒരു ലവ് ലെറ്റർ എഴുതി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിത് വായിക്കുന്ന സമയത്തും വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്കൊരു ലെറ്റർ എഴുതി തരികയാണ്. അത് വായിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ദിവസമുണ്ട്, ഇത് നിങ്ങൾ കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കും. സോ പവർഫുൾ കാര്യങ്ങളാണ്, നിന്ദിക്കരുത്. അപ്പം ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഡിയർ യൂണിവേഴ്സ്. അതായത് ഇത് നമ്മുടെ യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ അടുത്താണ് എഴുതുന്നത്. ഡിയർ യൂണിവേഴ്സ്, റെസ്പെക്റ്റഡ് ഗോഡ്. ഓക്കെ, അതായത് നമ്മുടെ യൂണിവേഴ്സ്, ആദ്യം നമ്മൾ നമ്മുടെ യൂണിവേഴ്സ്, ഡിയർ യൂണിവേഴ്സ്, റെസ്പെക്റ്റോട് കൂടി മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് റെസ്പെക്റ്റഡ് ഗോഡ്, അതായത് ഞാൻ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്ന എൻ്റെ ദൈവമേ. അത് റെസ്പെക്റ്റഡ് ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളാണ്, മനസ്സിലാവുന്നുണ്ടോ? കാരണം ചിലർക്ക് ശിവനായിരിക്കാം, ചിലർക്ക് അല്ലാഹു ആയിരിക്കാം, ചിലർക്ക് ജീസസ് ആയിരിക്കാം. അപ്പം അത് ഓരോരുത്തർക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് യൂണിവേഴ്സ് എന്ന് ടോട്ടൽ എഴുതി കഴിഞ്ഞാലും
നിങ്ങൾക്കൊരു ഇത് നടത്തി തരണമല്ലോ, നിങ്ങൾക്ക് നടത്തി തരണ ഒരു എനർജി ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും അതെൻ്റെ മാത്രം ദൈവങ്ങളായിരിക്കും. ചിലർ വിഷ്ണുമായ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പം നിങ്ങളുടെ ഗോഡ് ആരാണോ അത് ഗോഡായിട്ട് തന്നെ എഴുതി മനസ്സിൽ ആ ദൈവത്തെ വിചാരിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫുൾ അങ്ങോട്ട് എഴുതുക. കാരണം റീസൺസ്, കാരണം സിറ്റുവേഷൻ, എനിക്കത് വേണം, അതെന്തുകൊണ്ട് എനിക്ക് വേണം, അതെന്താണ് അതിൻ്റെ റീസൺസ്. അപ്പം അവർക്ക് ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ടാണ് നീ ഇത് ആഗ്രഹിക്കുന്നത്, നീ ഇത് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം. ഡേറ്റ് ഇവിടെ വെക്കണം കേട്ടോ, ഡേറ്റും കാര്യങ്ങളും ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും വെക്കണം. എന്നിട്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്കത് കിട്ടോ ഇല്ലയോ എന്നല്ല, നിങ്ങളത് കൊടുത്ത് വെക്കണം ഒരു അപേക്ഷ. അല്ലെങ്കിൽ നിങ്ങളത് ഒരു കൊടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉറപ്പായിട്ടും എൻ്റെ ഒരു ഇത് പ്രകാരം നിങ്ങൾക്കത് നിങ്ങൾ എത്ര വിഷമത്തിരുന്ന് കഴിഞ്ഞാലും നിങ്ങൾക്കത് നടത്തി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇല്ല. ഇഷ്ടംപോലെ ആഗ്രഹങ്ങളും നടക്കാൻ വയ്യാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒരു പേന പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒരു കത്ത് എഴുതി അങ്ങോട്ട് ഇട്ടിട്ട് അവർക്കും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്നിട്ട് ലാസ്റ്റ് യുവർ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ താങ്ക് യു, എന്തായാലും താങ്ക് യു യൂണിവേഴ്സ് എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. താങ്ക് യു എന്തായാലും നിങ്ങൾ താഴെ എഴുതണം. താങ്ക് യു യൂണിവേഴ്സിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കും താങ്ക് യു പറയണം. താങ്ക് യു, കാരണം ഇത് എഴുതാൻ സഹായിക്കുന്നത് നിങ്ങളുടെ കൈയാണ്, നിങ്ങളുടെ ഇമോഷൻസാണ്, നിങ്ങളുടെ വരികളാണ്, നിങ്ങളുടെ മനസ്സാണ്. ഇത് നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, ഇത് ചുമ്മാ ഞാൻ എഴുതണമെങ്കിൽ എൻ്റെ മനസ്സായിരിക്കും ഇവിടെ വരുന്നത്. അതേ കണക്ക് നിങ്ങളുടെ മനസ്സ് ഇതിൻ്റെ അകത്ത് വരണമെന്നുണ്ട്. ഇത് ആരെയും ഷെയർ ചെയ്യുകയും ചെയ്യില്ല, ഇത് ആർക്കും കാണിക്കുകയും ചെയ്ത് ഈ സാധനം എഴുതിയതിന് ശേഷം നിങ്ങൾ ഡിവൈനിലോട്ട് മാക്സിമം ഡിവൈനിലോട്ട് എങ്ങനെ അർപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇത് എഴുതിയതിന് ശേഷം ഫുൾ മൂൺ ഡേ എന്നാണ്, നിങ്ങളുടെ ഫുൾ മൂൺ ഡേ എന്നാണ്, നിങ്ങൾ ഒരു ഫുൾ മൂൺ ഡേ, അതായത് ഇപ്പം ഉടനെ ഇപ്പോൾ ഒരു ഫുൾ മൂൺ ഡേ വരും, ആ ഡേയുടെ അന്ന് രാത്രി പോയിട്ട് ഇത് 1, 2, 3 തവണ നിങ്ങൾ പുറത്ത് നിന്ന് വായിക്കേണ്ടി വരും. പക്ഷെ വേറെ ആരും അറിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ മാത്രമായിരിക്കണം അറിയേണ്ടത്. നിങ്ങൾ ഇത് യൂണിവേഴ്സിനെ വായിച്ച് കേൾപ്പിക്കണം. കാരണം യൂണിവേഴ്സിന് ഇത് വന്നിട്ട് വായിച്ചിട്ട് പോകത്തൊന്നുമില്ല, നിങ്ങളുടെ ഇവൻസും വന്ന് വായിക്കത്തില്ല. ഫുൾ മൂണിൻ്റെ ഡേ അന്ന് നിങ്ങളിത് വായിക്കണം. ഈ സാധനം വായിക്കുന്നതിൻ്റെ എനിക്കിപ്പോൾ ആൾക്കാരെ പറ്റിച്ചിട്ട് വേണമെങ്കിൽ പറയാം ഇത് നടക്കും. പക്ഷേ 90% നടക്കാനുള്ള 100% ചാൻസസ് ഉണ്ട്, 110% ചാൻസസ് ഉണ്ട്. കാരണം ഞാൻ ചുമ്മാ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും വരത്തില്ല. എനിക്ക് അങ്ങനെ വെറുതെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ചെയ്താൽ മതി, ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാം. പക്ഷേ നമുക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ്, നമുക്ക് വരുന്ന സമയം, നമുക്ക് അങ്ങനെ തരുന്ന എനർജിയും വെച്ചിട്ട് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗം വരുന്ന സാധനമാണ്. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതണ്ട വേണ്ടെന്നൊക്കെ വിചാരിച്ച് മടി കാണിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ നിർബന്ധമോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നിട്ട്. സോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കണം, അതെന്തുമാവാം. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കുന്ന ചിന്തകളിലും വലിയൊരു ചിന്തകളൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ പകുതിയൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കിട്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെനക്കേടല്ലേ. ഇത്രയും നല്ല ദൈവത്തിന്, ഇത്രയും നല്ല യൂണിവേഴ്സ്, ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ട് നമ്മൾ അവരെ വേണ്ട രീതിക്ക് യൂസ് ചെയ്തില്ല. അവരാണെങ്കിൽ അവിടെ പൊടിയും തട്ടി ഇരിക്കും, ചിലപ്പം എന്തെങ്കിലും പണിയില്ലാണ്ടാക്കാം. അപ്പം അവർക്കൊരു പണി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരത് ക്ലിയർ കട്ടായിട്ട് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് ചെയ്തു. ബാക്കിയെല്ലാം സോൾ കോൺട്രാക്റ്റാണ്. അതായത് ഇപ്പം വിധിപ്രകാരം വരേണ്ടതും പാസ്റ്റ് ലൈഫും അതൊക്കെ ഇത് ടിൻ ഫ്ലെയിം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ, പിന്നെ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. മനസ്സിലായി? അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു വ്യക്തിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രണയം, ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ആഗ്രഹം എന്താണ്? ആ വ്യക്തിയുടെ കരിയർ സെറ്റാണ്, ആ വ്യക്തിയുടെ ജീവിത അഭിലാഷമേ ചിലപ്പോൾ ആ കരിയർ സെറ്റാക്കണമെന്നായിരിക്കും. അപ്പോൾ കൂടുതലും കരിയറിലോട്ട് പോകും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ റിലേഷൻ നിങ്ങളുടെ എനർജി ലോ ആവും. കാരണം അപ്പോൾ ഡിവൈൻ നോക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്യും. ഇവളുടെ ആഗ്രഹം കണക്കെടുക്കും. ഇവളുടെ ആഗ്രഹം, ഇവൾ കൊച്ചിലോട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കരിയർ ബെറ്റർ സെറ്റ്, ഫുൾ സെറ്റ് അവൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളാണ്. അപ്പോൾ ഇവന് ജീവിതമില്ല, ഇവൻ്റെ ജീവിതം ഫുള്ളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ്റെ ലൈഫിൽ ഇവൻ്റെ ആഗ്രഹങ്ങളാണ്.
അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഐ സി. അപ്പോൾ ഇവൻ്റെ ആഗ്രഹം ഇതവളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ല പറ്റത്തില്ല, നമുക്ക് ഇത് തന്നെ കൊടുക്കാം. കാരണം അപ്പോൾ അവളുടെ ടിക്കിടും, അവൾ എന്തായാലും രക്ഷപ്പെട്ട് പോട്ട്. പിന്നെ ഇവനെ നോക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ നോക്കും, എല്ലാം കണക്ക് കൂട്ടിയതിന് ശേഷം അവന് വേണ്ടിയിട്ടുള്ള പെണ്ണിനെ കാര്യമെല്ലാം സെറ്റാക്കുക, ഡിവൈൻസ് എല്ലാം സെറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സെറ്റപ്പും കാര്യങ്ങളും വന്നിട്ട് പിന്നെ വിധിപ്രകാരം ജീവിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസിലൊക്കെ നിൽക്കണം. അപ്പം ഇത് ആഗ്രഹം ഒറിജിനൽ ആഗ്രഹമാണ്. കാരണം കൊച്ചിലെ തൊട്ടേ അവൾ ആഗ്രഹിച്ച് അവളുടെ പാഷൻ കാര്യങ്ങൾ ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ടല്ലേ കൂടുതൽ ഫോക്കസ് ആവുള്ളൂ. അപ്പം ഇവളാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ, അതിലും ചെറുതാണ് ഇവളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഇവൾ താനെ നിങ്ങളുടെ അടുത്തോട്ട് വരും. കാരണം നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി എല്ലാം വലുതാണ്. അപ്പം നിങ്ങൾ ഒരുപാട് പൈസയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ എനർജി എന്താണ്? ലോ എനർജിയാണ്. ഇവളുടെ കരിയർ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങളടുത്ത് ചുമ്മാ വന്നാൽ മതി, ഇവളുടെ കരിയർ സെറ്റ് ആവും. മനസ്സിലായി? ഇവളുടെ കരിയറിൽ ഇവൾ സെറ്റ് ആവണമെന്നാണ് ആഗ്രഹം. അതിനേക്കാളും നിങ്ങളുടെ ആഗ്രഹം ഇവളെ കിട്ടണമെന്ന്. എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആഗ്രഹം ഭയങ്കര വലിയ ആഗ്രഹം നിങ്ങൾ നടത്ത്. അപ്പം ഇവളുടെ ആഗ്രഹം ചെറുതാവും. അപ്പം ഇവളുടെ ആഗ്രഹം ചെറുതാണെങ്കിൽ ഇവൾ നിങ്ങളടുത്തോട്ട് വരും. കാരണം ഇവൾക്ക് നിങ്ങളടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവളുടെ ആഗ്രഹം സാധിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് സിമ്പിൾ. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതിയെന്നൊക്കെ ഉള്ളൂ. എനർജിയാണ് എല്ലാം. സോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവം ഒരുപാട് അനുഗ്രഹവും ആയുസ്സും ദീർഘായുസ്സൊക്കെ തരട്ടെ എന്ന് ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഡിവൈൻസിൻ്റെ പേരിലും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ പേരിലൊക്കെ ഞാൻ നിങ്ങളടുത്തും പറയുന്നു. അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ദൈവം സാധിച്ചട്ടെ. ആരാണോ ഇത് എഴുതുന്നത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം പൂർണ്ണമായിട്ടും ചെയ്ത് തരട്ടെ എന്ന് ഞാൻ പൂർണ്ണ മനസ്സോടെ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. കറക്റ്റ് ബാങ്കും വിളിക്കുന്നു. അപ്പം എന്തായാലും ഓക്കെ, എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കും. ഓക്കെ, സീരിയസ്ലി നിങ്ങളുടെ ആഗ്രഹം നടക്കും. അപ്പം ഓക്കെ, ബൈ, ടാറ്റ, സീ യു.